കണ്ണൂർ തളിപ്പറമ്പിൽ CPIM CPI വാക്പോര് കനക്കുന്നു. പ്രാദേശിക വിഷയങ്ങളിൽ തുടങ്ങിയ തർക്കം പരസ്പരം പഴിചാരുന്നതിൽ വരെ എത്തി. മുന്നണി മര്യാദ ലംഘിച്ചെന്നാണ് ഇരു പാർട്ടികളുടെയും ആരോപണം. തളിപ്പറമ്പ് മാന്തംകുടിലെ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട തർക്കം നേരിട്ടുള്ള CPIM CPI പോരായി മാറുകയാണ്. തളിപ്പറമ്പിൽ CPI പ്രാദേശിക നേതൃത്വത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് CPIMന്റെ വിമർശനം. ഇടതുപക്ഷ വിരുദ്ധരെ കൂട്ടുപിടിച്ചു നടത്തുന്ന ഇത്തരം ദുഷ്പ്രചരണങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും CPIM ആവശ്യപ്പെടുന്നു. മാന്തംകുടിലെ CPI എന്ന് പറയുന്ന ചില ആളുകൾ സ്വീകരിച്ചത് തനി ഇടതുപക്ഷ വിരുദ്ധ നിലപാടാണ്. പൂർണ്ണമായ ഐക്യത്തിൽ വരുന്നതിന് പകരം ഇടതുപക്ഷത്തിന്റെ ശക്തി ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. CPIM നേതാക്കളുടെ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും പോലീസിനെ ഉപയോഗിച്ച് CPI നേതാക്കളെ വേട്ടയാടുകയാണെന്നുമാണ് CPI മണ്ഡലം കമ്മിറ്റിയുടെ മറുവാദം. നഗരസഭാ ഭരണം LDFന് നഷ്ടപ്പെടുത്തിയത് CPIMലെ ഒരു വിഭാഗമാണെന്ന ഗുരുതര ആരോപണവും CPI ഉയർത്തുന്നു. ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ടതാണ് പോലീസ്. എന്നാൽ ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് 3000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കകത്ത് അതിന് അനുമതി നിഷേധിച്ചു എന്ന് മാത്രമല്ല, ആ 31-ാം തീയതി രാത്രി തളിപ്പറമ്പിലെ സബ് ഇൻസ്പെക്ടർ ബാബുമോന്റെയും അഡീഷണൽ SI സതീശന്റെയും നേതൃത്വത്തിൽ മാന്തംകുണ്ടിൽ പോയി ആ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള നല്ല പരിശ്രമം നടത്തുകയുണ്ടായി. തളിപ്പറമ്പിലെ CPIM നേതാക്കളിൽ ശക്തനായിരുന്ന കോമത്ത് മുരളീധരൻ പാർട്ടി വിട്ട് CPIയിൽ ചേർന്നതു മുതൽ മാന്തംകുണ്ടിൽ ഇരു പാർട്ടികളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ പുതുവത്സര ദിനത്തിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കോമത്ത് മുരളീധരനെതിരെ കേസെടുത്തതോടെയാണ് തർക്കം രൂക്ഷമായത്. LDF മുന്നണിയുടെ ഭാഗമായിട്ടും പോലീസ് തന്നെ വേട്ടയാടുന്നത് CPIM നേതാക്കളുടെ പ്രതികാരമെന്നാണ് കോമത്ത് മുരളീധരന്റെ ആരോപണം. കേസെടുത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് CPIMനെ കൂടുതൽ ചൊടിപ്പിച്ചു. ഇതോടെയാണ് വിഷയത്തിൽ CPI നേതൃത്വത്തിനെതിരെ CPIM പരസ്യ വിമർശനം ഉന്നയിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണിയിലെ അന്തരീക്ഷം മോശമാകുന്നത് ഇരു പാർട്ടികളുടെയും ജില്ലാ നേതൃത്വങ്ങൾക്ക് അധികകാലം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ന്യൂസ് മലയാളം, കണ്ണൂർ.